ആരോഗ്യ സംരക്ഷണ രംഗത്ത് ലോകമെമ്പാടും പതിറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ പര്യായമായിരുന്ന ഒരു പേരാണ് ജോൺസൺ ആൻഡ് ജോൺസൺ. കുഞ്ഞുങ്ങൾക്കുള്ള പൗഡർ മുതൽ മുറിവിനുള്ള ബാൻഡേഡ് വരെ ഓരോ വീട്ടിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ വിശ്വാസത്തിന്റെ മുഖംമൂടിക്കുള്ളിൽ ലാഭക്കൊതി മൂത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം നരകതുല്യമാക്കിയ ഒരു ക്രൂരമായ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഉപസ്ഥാപനമായ ഡീപുയി ഓർത്തോപെഡിക്സ് നിർമ്മിച്ച ആർട്ടിക്കുലർ സർഫസ് റീപ്ലേസ്മെന്റ് അഥവാ ASR എന്ന ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ഉപകരണം സൃഷ്ടിച്ച ദുരന്തങ്ങളുടെ കഥ. ഇത് ഒരു മരുന്ന് കമ്പനിയുടെ പിഴവ് മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യരുടെ ശരീരത്തിനുള്ളിൽ ഒരു വിഷബോംബ് സ്ഥാപിച്ചതിന് തുല്യമായ കൊടിയ വഞ്ചനയുടെ കഥയാണ്. ഇടുപ്പെല്ലിന് തേയ്മാനം സംഭവിക്കുകയോ ഒടിവുണ്ടാവുകയോ ചെയ്യുന്നവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അനുഗ്രഹമായാണ് ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കണ്ടിരുന്നത്. പരമ്പരാഗതമായി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക് ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള ഇംപ്ലാന്റുകളാണ് ഈ രംഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവയ്ക്ക് കാലക്രമേണ തേയ്മാനം സംഭവിക്കുമെന്നതിനാൽ ചെറുപ്പക്കാരിലും കൂടുതൽ ഊർജ്ജസ്വലരായ ആളുകളിലും ഈ ശസ്ത്രക്രിയ അത്ര പ്രായോഗികമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് 2000ന്റെ തുടക്കത്തിൽ ജോൺസൺ ആൻഡ് ജോൺസൺ മെറ്റൽ ഓൺ മെറ്റൽ എന്ന പുതിയ സാങ്കേതിക വിദ്യയുമായി വിപണിയിലേക്ക് വരുന്നത്. കൊബാൾട്ട്, ക്രോമിയം എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഇംപ്ലാന്റുകൾക്ക് തേയ്മാനം വളരെ കുറവായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം നിലനിൽക്കുമെന്നും കമ്പനി അവകാശപ്പെട്ടു. ചെറുപ്പക്കാരായ രോഗികൾക്ക് വീണ്ടും ഓടാനും ചാടാനും സാധാരണ ജീവിതം നയിക്കാനും സാധിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം. ഡിപ്യൂവിന്റെ ASR XL അസെറ്റാബുലാർ സിസ്റ്റം, ASR ഹിപ്പ് റീസർഫസിംഗ് സിസ്റ്റം എന്നിവ ഈ ഗണത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളായിരുന്നു. ഡോക്ടർമാരെയും രോഗികളെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിൽ അതിശക്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് കമ്പനി ഉപയോഗിച്ചത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് ഈ പുതിയ ഇംപ്ലാന്റുകൾ തങ്ങളുടെ ശരീരത്തിൽ ഘടിപ്പിക്കാൻ തയ്യാറായി. എന്നാൽ ഈ സ്വപ്നങ്ങൾക്കെല്ലാം അല്പായുസ്സായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ രോഗികൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഇംപ്ലാന്റ് ഘടിപ്പിച്ച ഭാഗത്ത് അസഹനീയമായ വേദന, നടക്കാൻ ബുദ്ധിമുട്ട്, നീർക്കെട്ട്, ഇടുപ്പിൽ നിന്ന് ക്ലിക്ക് ശബ്ദങ്ങൾ കേൾക്കുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷണങ്ങൾ. സാധാരണ ഇംപ്ലാന്റുകൾക്ക് കാലക്രമേണ സംഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണിതെന്ന് പലരും ആദ്യം കരുതി. എന്നാൽ സത്യം അതിലും ഭയാനകമായിരുന്നു. പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഇംപ്ലാന്റിന്റെ രൂപകൽപ്പനയിലെ മാരകമായ പിഴവായിരുന്നു. മെറ്റൽ ഓൺ മെറ്റൽ സാങ്കേതിക വിദ്യയിൽ ഇടുപ്പെല്ലിന്റെ ഭാഗമായി ഘടിപ്പിച്ച മെറ്റൽ കപ്പും തുടയെല്ലിൽ ഘടിപ്പിച്ച മെറ്റൽ ബോളും തമ്മിൽ ചലിക്കുമ്പോൾ നിരന്തരം ഉരസുന്നു. ഈ ഉരസൽ കാരണം കൊബാൾട്ടിന്റെയും ക്രോമിയത്തിന്റെയും അതിസൂക്ഷ്മമായ മെറ്റൽ പാർട്ടിക്കിൾസ് ഇളകി ശരീരത്തിൽ, രക്തത്തിലും സമീപത്തുള്ള കോശങ്ങളിലും കലരാൻ തുടങ്ങി. ഇത് ശരീരത്തിൽ പതുക്കെ പടരുന്ന ഒരു വിഷത്തിന് തുല്യമായിരുന്നു. ഈ അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രം നൽകിയ പേരാണ് മെറ്റലോസിസ്. ഈ ലോഹ അംശങ്ങൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഇംപ്ലാന്റിന് ചുറ്റുമുള്ള മൃദുകോശങ്ങളെയും എല്ലുകളെയും നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിന്റെ ഫലമായി എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ഇംപ്ലാന്റ് ഇളകിപ്പോകാൻ തുടങ്ങുകയും ചെയ്തു. വേദന സഹിക്കാനാവാതെ വീണ്ടും ഡോക്ടറെ സമീപിച്ച പലർക്കും കേൾക്കേണ്ടി വന്നത് തങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു ടൈം ബോംബ് വളരുന്നു എന്ന ഭയാനകമായ സത്യമായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, തങ്ങളുടെ ഉൽപ്പന്നത്തിന് ഗുരുതരമായ ഡിസൈൻ തകരാറുണ്ടെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നതാണ്. ഉൽപ്പന്നം വിപണിയിലിറക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഡോക്ടർമാർ ഈ ഇംപ്ലാന്റുകളുടെ ഉയർന്ന പരാജയ നിരക്കിനെ കുറിച്ച് കമ്പനിയെ അറിയിച്ചിരുന്നു. സാധാരണ ഇംപ്ലാന്റുകൾ 15 വർഷം വരെ നിലനിൽക്കുമ്പോൾ ASR ഇംപ്ലാന്റുകൾ 5 വർഷത്തിനുള്ളിൽ പരാജയപ്പെടുന്ന നിരക്ക് 12% മുതൽ 13% വരെയാണെന്ന് ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിച്ചു. പിന്നീട് നടന്ന പഠനങ്ങളിൽ ഈ നിരക്ക് 40% മുകളിലാണെന്ന് പോലും കണ്ടെത്തി. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം കമ്പനി അവഗണിച്ചു. ലാഭത്തിൽ മാത്രം കണ്ണുവെച്ച അവർ ഈ അപകടകരമായ ഉൽപ്പന്നം ലോകമെമ്പാടും വിറ്റഴിക്കുന്നത് തുടർന്നു. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സമർത്ഥമായ ഒരു വഴി ഉപയോഗിച്ചു. അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ 510K പ്രീ മാർക്കറ്റ് നോട്ടിഫിക്കേഷൻ എന്ന പഴുതായിരുന്നു അത്. നിലവിൽ വിപണിയിലുള്ള ഒരു ഉൽപ്പന്നത്തിന് സമാനമായ പുതിയ ഉൽപ്പന്നങ്ങൾ കർശനമായ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ വിപണിയിലിറക്കാൻ ഇത് കമ്പനികളെ സഹായിച്ചു. ഈ പഴുതുപയോഗിച്ച് കർശനമായ സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കി ജോൺസൺ ആൻഡ് ജോൺസൺ തങ്ങളുടെ മരണക്കെണി വിപണിയിലെത്തിച്ചു. തങ്ങളുടെ ഉൽപ്പന്നം സുരക്ഷിതമാണെന്ന് അവർ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചു.
2010 ഓഗസ്റ്റിൽ ലോകമെമ്പാടുമുള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ ജോൺസൺ ആൻഡ് ജോൺസൺ ഒടുവിൽ ASR ഇംപ്ലാന്റുകൾ ആഗോളതലത്തിൽ തിരിച്ചു വിളിക്കാൻ നിർബന്ധിതരായി. അപ്പോഴേക്കും ലോകമെമ്പാടും 93,000-ലധികം ആളുകളുടെ ശരീരത്തിൽ ഈ വിഷം ഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ മാത്രം ഏകദേശം 4,700 രോഗികൾക്കാണ് ASR ഇംപ്ലാന്റുകൾ ഘടിപ്പിച്ചത്. ഇതിൽ 1000-ലധികം പേരെ മാത്രമേ കമ്പനിക്ക് കണ്ടെത്താൻ പോലും സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർ തങ്ങളുടെ ശരീരത്തിനുള്ളിലെ അപകടത്തെക്കുറിച്ച് അറിയാതെ ഇന്നും ജീവിക്കുന്നുണ്ടാകാം. തിരിച്ചുവിളിക്കൽ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയിലെ ഇരകളുടെ ദുരിതം ഇരട്ടിച്ചു. പലർക്കും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. വേദന സഹിച്ച് വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇംപ്ലാന്റ് മാറ്റിവെക്കാൻ മറ്റൊരു വലിയ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഈ രണ്ടാമത്തെ ശസ്ത്രക്രിയ റിവിഷൻ സർജറി എന്നറിയപ്പെടുന്നു. ആദ്യത്തേതിനേക്കാൾ വളരെ സങ്കീർണവും വേദനാജനകവുമാണ്. കാരണം ലോഹവിഷബാധ മൂലം അപ്പോഴേക്കും എല്ലുകളും മാംസപേശികളും നശിച്ചു തുടങ്ങിയിരുന്നു. പലർക്കും റിവിഷൻ സർജറിക്ക് ശേഷവും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചില്ല. ചിലർക്ക് ജീവിതകാലം മുഴുവൻ ഊന്നുവടിയെ ആശ്രയിക്കേണ്ടി വന്നു. മറ്റു ചിലർ സ്ഥിരമായി കിടപ്പിലായി. ഇന്ത്യൻ സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുകയും ചെയ്തു. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചുവെന്നും രോഗികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും സമിതി ശുപാർശ ചെയ്തു. ഓരോ ഇരയ്ക്കും 20 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ കമ്പനി ഈ നിർദ്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളി. തുച്ഛമായ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത് അവർ ഇരകളെ വീണ്ടും അപമാനിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും മാധ്യമ ഇടപെടലുകൾക്കും ശേഷമാണ് പലർക്കും നാമമാത്രമായെങ്കിലും നീതി ലഭിച്ചത്. ലോകമെമ്പാടും 10,000-കണക്കിന് കേസുകളാണ് ജോൺസൺ ആൻഡ് ജോൺസൺസ് കമ്പനിക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ടത്. അമേരിക്കയിൽ മാത്രം 10,000-ലധികം കേസുകൾ ഉണ്ടായി. പല കേസുകളിലും കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ കോടതികൾ വിധിച്ചു. കമ്പനിയുടെ പക്കൽ പിഴവിനെക്കുറിച്ച് വ്യക്തമായ തെളിവുണ്ടായിട്ടും അവർ അത് മറച്ചുവെച്ചുവെന്ന് കോടതികൾ കണ്ടെത്തി. എന്നാൽ ഇത്രയൊക്കെ തിരിച്ചടികൾ നേരിട്ടിട്ടും ജോൺസൺ ആൻഡ് ജോൺസൺ തങ്ങളുടെ തെറ്റ് പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറായില്ല. നിയമപരമായ ഒത്തുതീർപ്പുകളിൽ പോലും ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. നൽകിയ നഷ്ടപരിഹാരം തങ്ങൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രായശ്ചിത്തമായിട്ടല്ല, മറിച്ച് ബിസിനസ്സിൽ സംഭവിക്കാവുന്ന ഒരു നഷ്ടമായി മാത്രമാണ് അവർ കണ്ടത്. ജോൺസൺ ആൻഡ് ജോൺസൺ ഹിപ്പ് ഇംപ്ലാന്റ് വിവാദം ഒരു ഉൽപ്പന്നത്തിന്റെ പരാജയത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു ആഗോള ഭീമൻ തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചതിന്റെ നേർസാക്ഷ്യമാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഒരു കമ്പനി തങ്ങളെ വിശ്വസിച്ച രോഗികളുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ച് അവരുടെ ജീവിതം തകർത്തു കളഞ്ഞു. ശരീരത്തിൽ വേദനയുടെയും വിഷത്തിന്റെയും ഭാരവും പേറി ജീവിക്കുന്ന ആയിരക്കണക്കിന് ഇരകൾ ഇന്നും നമുക്കിടയിലുണ്ട്. അവരുടെ കണ്ണീരിനും തീരാവേദനയ്ക്കും എന്തു വില നൽകിയാലാവും പകരമാവുക? ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന പേര് കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അമ്മയുടെ ചിത്രമല്ല, മറിച്ച് വേദന കൊണ്ട് പുളയുന്ന വഞ്ചിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങളാണ് ലോകത്തിന്റെ മനസ്സിൽ ഇനി എന്നും തെളിയുക. അതായിരിക്കും ഈ കോർപ്പറേറ്റ് ഭീമന് ലോകം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.